2019 നമ്മൾ ഖലീസ് സ്റ്റാർട്ട് ചെയ്തു. ഇത് പോരാ, ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ ഇന്ത്യ, ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ ദ വേൾഡ്, അതാവണം നിങ്ങൾ. ഓക്കെ, നിങ്ങളൊരു ടീമുണ്ട്, ആ ടീമുണ്ടെങ്കിൽ അതെന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ തന്ന ആത്മവിശ്വാസം, അതുപോലെ തന്നെ ഞങ്ങൾ അതിന് കൂടുതൽ ഇന്നലെ എടുത്ത പണി അതിൻ്റെ 3 ഇരട്ടി ഇതിൽ ഡെഡിക്കേറ്റ് ഞങ്ങൾ ചെയ്യും എന്നാണ് ഞങ്ങൾ ഈ ഒരു അവാർഡ് നമുക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ എടുത്ത ഒരു പ്രോമിസ്. ഓക്കെ, നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. നല്ല നല്ല ബിരിയാണികൾ, നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഭക്ഷണം ഒരു ഹരമായിട്ടെടുത്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത്, പ്രത്യേകിച്ച് വൃത്തിയായും വെടിപ്പായും നല്ല സന്തോഷത്തോടും കൊടുത്ത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ട് വരിക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നഗരസഭയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു ഹോട്ടൽ വന്നു എന്നുള്ളതിൽ അഭിമാനം തോന്നുകയാണ്. ടോപ്പിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള കഠിനാധ്വാനം പരിശ്രമമാണ് ഇപ്പോൾ ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഫുഡ് ആൻഡ് ബീവറേജ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ അവാർഡാണ് ഇവർ അറിയാറാക്കിയിട്ട് ചെയ്യുമ്പോൾ സത്യസന്ധതയിൽ ബിസിനസ് ചെയ്യാം. ബിസിനസ് ഒരു അമലാണ്. സത്യസന്ധതയിൽ ബിസിനസ് ചെയ്താൽ അത് പന പോലെ വളർന്നു വരും. നമ്മളെ അതിൽ കൃത്രിമവും വഞ്ചനയും മറ്റുള്ളവരെ ചീറ്റിങ് ചെയ്യുമ്പോഴാണ് ആ ബിസിനസ് തകർന്നുകൊണ്ട് ഇരിക്കുന്നത്. ഉയരത്തിലെത്തട്ടെ. കോഴിക്കോട് തുടങ്ങുന്ന സ്ഥാപനത്തിനും മികച്ച വിജയം നേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തിരൂർ ഖലീസിന്റെ മുന്നിൽ അങ്ങനെ ഒന്നാമത്തെ റെസ്റ്റോറൻ്റ് ആണ് എന്നുള്ള ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു പേര് വരട്ടെ. അത് പ്രാവർത്തികമാക്കാൻ സംഭവിക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. മറ്റൊന്നല്ല, തിരൂരിൻ്റെ ഹോട്ടൽ കുടുംബത്തിലേക്ക് ഏറ്റവും വലിയൊരു അംഗീകാരവുമായി കൊണ്ടാണ് ഖലീസ് കടന്നു വന്നിട്ടുള്ളത്. അതായത്